എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട ബജിയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അരക്കപ്പ് കടലമാവ്, ആവശ്യത്തിന് ഉപ്പിടാം, 2 നുള്ളു മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് എരിവിനായി പച്ചമുളകൊന്നും ഇടുന്നില്ല, മുളക് പൊടിയാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ ചേർക്കാം. 2 നുള്ളു കുരുമുളക് പൊടി ഇടാം, 1 നുള്ളു കായം, 1 നുള്ളു അപ്പസോഡ ഇടാം. ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടിയുള്ള മാവായി എടുക്കാം. കുറച്ചുകൂടി ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. മാവ് അത്യാവശ്യം കട്ടിയിൽ തന്നെ ഉണ്ടാകണം, എന്നാലാണ് മുട്ടയിൽ നന്നായി കോട്ടാവുള്ളൂ. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതേപോലെ നിറച്ച് വയ്ക്കാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ ചെറുതായി മുറിച്ച മല്ലിയില ഇടാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുട്ടയെല്ലാം പകുതിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയെടുക്കാം. ഓരോന്നായിട്ട് ഇടാം. തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടി തിരിച്ചിടാം. ബജ്ജി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. എടുക്കാം. 10 മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ക്രിസ്പിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ബേക്കറിയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയായ മുട്ട ബജി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.